സുഹൃത്തുക്കളെ, എൻ്റെ നിരകളിലേക്ക് മധു നായരെ വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്ന് അത്ര ഗഹനമല്ലാത്ത ഒരു ചെറിയ വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ്. കേരള അസംബ്ലി ഇവിടെ പ്രശ്നങ്ങൾ ഗുരുതരം. അതായത് സാധനങ്ങളുടെ വിലക്കയറ്റം തൊട്ട് വെള്ളപ്പൊക്കം തൊട്ട് തെരുവ് നായ്ക്കളുടെ ശല്യം തൊട്ട് കാട്ടുമൃഗങ്ങളുടെ ആക്രമണം തൊട്ട് പൊറുതിമുട്ടിയിരിക്കുന്ന അവസരത്തിൽ അസംബ്ലി കൂടി ഒരു പ്രധാന അജണ്ടയായിട്ട് കൊണ്ടുവന്നൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരള എന്നുള്ളത് കേരളം എന്ന് ഭരണഘടനയിൽ തന്നെ മാറ്റം വരുത്തണം. അപ്പം ഇത് രണ്ടാമത്തെ തവണയാണ് ഈ അസംബ്ലിക്ക് തന്നെ റെസൊല്യൂഷൻ പാസ്സാക്കി കേന്ദ്രത്തിന് അയക്കുന്നത്. എനിക്കിതിൽ വിരോധമൊന്നുമില്ല. കേരളം എന്ന് പറയുന്നതാണ് മലയാളത്തിൽ. പക്ഷേ അത് അന്ന് മലയാളികളൊക്കെ കൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ ഉണ്ടായിരുന്നു. കേരള എന്ന് കൊടുത്തത് അത്ര മോശമായ കാര്യമായെന്ന് തോന്നുന്നില്ല. അത് മാത്രമല്ല, കേരള എന്ന് തന്നെ പല വടക്കേ ഇന്ത്യൻ നേതാക്കളും ഉച്ചരിക്കാറില്ല. കേരൾ, പ്രധാനമായിട്ടും പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് കേരൾ എന്നല്ലാതെ അത് ഉച്ചരിച്ച് കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ വളരെ ഗൗരവമായ കാര്യമാണെന്നും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് കേരളം ആണെന്നും ഭരണകൂടം ഇപ്പോൾ വളരെ ശക്തിബദ്ധമായി അഭിപ്രായപ്പെട്ടിരിക്കുന്നതിനോട് ഞാൻ വിയോജിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരള സംസ്ഥാന എന്താ പറയുക ഭാഗ്യക്കുറി തൊട്ട് സകലയിടത്തും ഈ പേരുമാറ്റം വരുത്തേണ്ടി വരില്ലേ. അപ്പോൾ ഭാരിച്ച ഒരു ചെലവ് ഇതിന് ഉണ്ടായില്ലേ. അപ്പോൾ എന്തായിരിക്കും ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇത്രയും ധൃതി പിടിച്ചിട്ട് സർക്കാർ മുന്നിട്ട് എന്നുള്ളത് എന്നെ അതിശയിപ്പിക്കുകയാണ്. പേരുമാറ്റത്തിലെ ചില പ്രശ്നങ്ങൾ പറഞ്ഞു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് കേരളം സംസ്ഥാനം ഉണ്ടായപ്പോൾ കേരള യൂണിവേഴ്സിറ്റി, അന്ന് അതുവരെ അറിഞ്ഞിരുന്നത് തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റി, ട്രാവൻകൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലാകെ പൊതുവെ വളരെ ഖ്യാതിയുള്ള ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ലബോറട്ടറി ഇന്ത്യയിലെ ഏറ്റവും മഹത്തായ സ്ഥാപനമായിരുന്നു. അതിൽ ചീഫായിരുന്ന പ്രൊഫസർ മഹാനോർ ബിരുദാണ് ഇന്ത്യ അറിയപ്പെടുന്നത് ഏറ്റവും വലിയ സ്റ്റാറ്റിസ്റ്റീഷ്യനും പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാനും ഒക്കെ അയാൾ. അപ്പോൾ അത് പേര് മാറ്റിയതോടുകൂടി ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്ന ഖ്യാതി അതുവരെ ഉള്ളത് നഷ്ടപ്പെടുകയായി ചെയ്തത്. കാരണം പല റെഫറൻസിലും പണ്ട് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുമ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആ പുതിയ പേരിൽ ഒന്നും തന്നെ കാണാറില്ലായിരുന്നു. അതുകൊണ്ട് ട്രാവൻകൂർ യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ചിരുന്നു എന്നുള്ളത് കണ്ടത് ഓർമ്മയുണ്ട്. അപ്പോൾ അതങ്ങനെ നിലനിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായതിനെ. തമിഴ്നാട് തന്നെ ചെയ്തത്. മദ്രാസ് യൂണിവേഴ്സിറ്റിയാണ് എക്കാലത്തും മദ്രാസ് യൂണിവേഴ്സിറ്റി തന്നെ. മദ്രാസ് സംസ്ഥാനം തമിഴ്നാടായിട്ടും അത് അവർ മാറ്റിയിട്ടില്ല. പിന്നെ പേര് മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആക്ച്വലി ഇത് നമ്മുടെ തലസ്ഥാന നഗരിയുടെ കാര്യം തന്നെ എടുക്കും. തിരുവനന്തപുരം, എസ്പെഷ്യലി കമ്പ്യൂട്ടർ ഫാമിംഗ് ഒക്കെ വന്നതിന് ശേഷം ഇതൊരു വളരെ ദീർഘമായ ഒരു പേരാണ്. അത് മാറ്റേണ്ടത് അത്യാവശ്യമാണെന്ന് ഞാൻ തന്നെ ഒന്ന് രണ്ട് ലേഖനങ്ങൾ പലയിടത്ത് എഴുതുകയും അതിനെക്കുറിച്ച് വളരെ എന്താ പറയണ ഒരു ഗഹനമായിട്ടുള്ളൊരു ചർച്ച ഉണ്ടായില്ലെന്ന് മാത്രമല്ല, എന്നെ കളിയാക്കുന്ന മട്ടിലാണ് അതിനെക്കുറിച്ച് പലപ്പോഴും പലരും പ്രതിരോധിച്ചത്. പക്ഷേ അത് അത്യാവശ്യ കാര്യമല്ലേ. ആക്ച്വലി ആലോചിച്ച് ഒന്നാമത് ഈ പേര് തിരുവനന്തപുരം, തിരു എന്ന് പറയുന്നത് മലയാള വാക്ക് പോലുമല്ല, അതൊരു തമിഴ് വാക്കാണ്. അതിനെ ഒന്ന് ലഘൂകരിച്ചിട്ട് അനന്തപുരി എന്നോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ശ്രീപുരം എന്നാക്കിയിരുന്നെങ്കിലോ, ശ്രീനഗർ തൊട്ട് ശ്രീപുരം വരെ, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രായോഗികമായിട്ടുള്ള ഒരു പേര് തലസ്ഥാന നഗരിക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമില്ല. അതിനെക്കുറിച്ചൊരു ചിന്ത പോലുമില്ല. ഇതിപ്പോഴും നിങ്ങൾ അറിയാമോ, തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ പേര് ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ട് തിരുവനന്തപുരം. ആ എയർപോർട്ടിന് തന്നെ ഒരു പേര് കൊടുക്കേണ്ട കാലം എന്നെ അതിക്രമിച്ചിരിക്കുന്നു. എന്താണ് അതിനുള്ള പ്രശ്നം? അതിനൊരു രാഷ്ട്രീയമായിട്ട് ഉള്ള ചില പേരുകൾ പലർക്കും സ്വീകാര്യമല്ല. പക്ഷേ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഒരു ടൂറിസ്റ്റ് അട്രാക്റ്റീവ്, അത് പോയിട്ട് വ്യാമോയാന കാര്യങ്ങളിലൊക്കെ വളരെയധികം എന്താ ഒരു ഫൗണ്ടറായിട്ട് നിന്ന ഗൗതമരാജ, അദ്ദേഹത്തിൻ്റെ പേരോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള എന്താ പറയുക, അത്യാവശ്യ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ
നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പേര് ഇതിലൊരു ചേർത്തിട്ട് എന്താണോ നേടാൻ പോകുന്നത് നേടുകയില്ല എന്ന് മാത്രമല്ല, ഒരുപാട് സാങ്കേതിക കാര്യങ്ങളിൽ അനാവശ്യ ചിലവും അതും ഒരു ദൂർത്താണെന്നുള്ള കാര്യം നിങ്ങളോടൊപ്പം ഞാനും പങ്കിടുന്നു. ഇങ്ങനെയുള്ള ഈ ഗിമിക്കുകളൊക്കെ ഒന്ന് ഭരണകൂടം അവസാനിപ്പിച്ചാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.